ഫാമിലിയിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടെൻഷനാണ്. എന്ത് ഡ്രസ്സ് ഇടും, എങ്ങനെ ഒരുങ്ങും, എങ്ങനെ പോകും, ഒന്നും പറയണ്ട. ഇരിക്കുമ്പോഴും തിന്നുമ്പോഴും ഒക്കെ ആ ഒരു ചിന്ത ആയിരിക്കും. ഒറ്റയ്ക്കുള്ള സമയങ്ങളിലേക്ക് കല്യാണത്തിന് മുന്നേയൊക്കെ ആണെങ്കിൽ സിമ്പിളായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. മോളുടെ ഡ്രസ്സ്, അരുണേട്ടൻ്റെ ഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. കുറച്ചും കൂടി ബിസിയായി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. നമ്മൾ ആദ്യം പോയത് മാക്സിലായിരുന്നു. സാധാരണ ഞാൻ ശിലമോൾക്ക് മാക്സിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ അവിടെ പോയപ്പോൾ എനിക്ക് ഒന്നും മനസ്സിൽ പിടിക്കുന്നില്ല. നമുക്ക് മനസ്സിൽ പിടിക്കാതിരുന്ന അടുത്ത കാര്യമില്ല അല്ലേ. റിട്ടേൺ കൊടുക്കാനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ട്രിവാൻഡ്രത്താണ്. നെയ്യാറ്റിൻകര ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നമ്മൾ ട്രിവാൻഡ്രത്ത് കുറച്ചും കൂടി കളക്ഷൻ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ മാക്സിൽ നോക്കിയപ്പോൾ മോൾക്കെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ, ഫ്രോക്കും കാര്യങ്ങളൊക്കെ. എത്ര നോക്കിയിട്ട് മോക്കൊന്നും സെറ്റ് ആവുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് എനിക്ക് നോക്കിയപ്പോഴും എനിക്ക് എന്തോ സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ പൊന്നുട്ടി അവിടെ നിന്ന് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശിലമോൾ നമ്മുടെ കണ്ണാടിയൊക്കെ നോക്കി കളിക്കും. അവളുടേതായ ഒരു ലോകത്ത് തന്നെയായിരുന്നു എപ്പോഴും പോലെ. നമ്മൾ ശല്യപ്പെടുത്തൊന്നുമില്ല കേട്ടോ. എന്നാൽ ഞാൻ ഡ്രസ്സൊക്കെ നോക്കിയപ്പോൾ ഒന്നും എനിക്ക് സെറ്റ് ആവാത്തതുകൊണ്ട് നേരെ പോയി സ്റ്റുഡിയോയിലായിരുന്നു. സ്റ്റുഡിയോ പോയപ്പോഴും മോക്ക് പറ്റിയൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ കണ്ണുകളിലൊന്നും കണ്ടില്ല. പിന്നെ നേരെ പോയി നമ്മൾ പോത്തീസിലായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോഴേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്കിലും ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ പോയി. മോൾക്കും എനിക്കും അരുണേട്ടനും കൂടി നമ്മൾ 2 ചായയും ഒരു പഴംപൊരിയും വാങ്ങിയത്. മോൾക്ക് പഴംപൊരി കൊടുത്ത് ഞാനും അരുണേട്ടനും ചായ കൊടുത്ത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോത്തീസിനുള്ളിൽ കയറിയപ്പം മോളുടെ കിഡ്സിലേക്കായിരുന്നു പോയത്. കളക്ഷൻസ് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ പിടിച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ഇവൾ കുറേ വെയിറ്റ് ഒക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഡ്രസ്സ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് രാമചന്ദ്രയിലായിരുന്നു, അതായത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ. അയ്യോ, പോത്തീസ്, സ്റ്റുഡിയോ, അതുപോലെ തന്നെ നമ്മുടെ മാക്സ്, ഇതുപോലെയുള്ള ഷോപ്പുകൾക്ക് പോലും തിരക്കില്ലാത്ത അത്രയും തിരക്കായിരുന്നു രാമചന്ദ്രയിൽ. അത്രയും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു എന്താണ്. പക്ഷെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം മുകളിലേക്ക് പോയത്. അവിടെ പോയതപ്പോൾ ഒരു സംഭവം കണ്ടത് ഫുഡ് കോർട്ട്, നമ്മുടെ ലുലു മാളിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര നീറ്റും ഒത്തിരി പേര് കഴിക്കുന്ന കണ്ടു. പിന്നെ ഞാനും അരുണേട്ടനും ഓരോ ചായയും 2 മസാല ദോശയാണ് കഴിച്ചത്. മസാല ദോശയ്ക്ക് 60 രൂപയേ ഉള്ളൂ കേട്ടോ. നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ 70-80 രൂപയൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ മസാല ദോശയും നല്ല ചായയ്ക്ക് 10 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചായയും മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഇത് ഇങ്ങനെയൊക്കെ ഒരു ഷോപ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫുഡ് കോർട്ടൊക്കെ വെക്കും. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി. എവിടെ നോക്കിയാലും തിരക്കാണ്. ഫുഡിൻ്റെ അടുത്താണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഡ്രസ്സിൻ്റെ അടുത്താണെങ്കിലും ഫുൾ തിരക്കാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ട പല ഷോപ്പുകളിലും പോയിട്ട് കാണാത്തത്രയും തിരക്ക് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് പോലത്തെ വാങ്ങിക്കിട്ടോ. പിന്നെ അതിന് ഒരു 100 സംതിങ്ങിൻ്റെ ആണ്, പക്ഷേ അത് 80 രൂപയ്ക്കായിട്ടാണ് തന്നത് കേട്ടോ. ഓഫേഴ്സ് ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഇരുടായി മഴയുണ്ട് എന്നുള്ളത്. കാരണം ഉള്ളിൽ കയറിയപ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കയറിയായിരുന്നു. പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7-7:30 8 മണിക്കുള്ളിലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുന്നു കരുതിയിട്ട് അമ്മയാണെങ്കിൽ ഉള്ളതൊക്കെ കഴിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയ്ക്കായിരുന്നു. പിന്നെ വന്നിട്ട് ഞാനാണ് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചും ചിക്കൻ കറിയൊക്കെ ആക്കി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.